السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ആദരണീയരായ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി വന്ന നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശിഷ്ടകാലം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അവന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഏറ്റവും മുബാറക്കായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 1.5 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ചന്ദ്രക്കല ആകാശത്ത് പിറന്നത് മുതൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകമായ ടൂണ് വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിലൊക്കെ പുതിയൊരു വചനം കടന്ന് കൂടിയിരിക്കുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് കടന്നു വന്നാൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന് സഹീഹായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം. ആ റമളാന റജബും ശഅബാനതിന്റെ പകുതിയും കഴിഞ്ഞ് വിശുദ്ധമായ റമളാനിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. ഇനി ഒരൊറ്റ വെള്ളിയാഴ്ച മാത്രമാണ് വിശുദ്ധമായ റമളാനിലേക്ക് കടക്കാൻ നമുക്ക് ബാക്കിയുള്ളത്. നമുക്കറിയാമല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പ്രമാണവും അവന്റെ ഏറ്റവും വലിയ പാഠവും മുൻഗാമികൾ ഈ സമയങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അൽ-ഇസ്തിഅദാദു ലിശഹ്രി റമളാൻ, വിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള ഒരുക്കത്തെ കുറിച്ച് മാത്രം എത്ര ഇമാമിങ്ങളാണ് വിശദമായി എഴുതിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മനസ്സിന്റെ ഒരുക്കമാണ്, ഹൃദയത്തിന്റെ ശുദ്ധീകരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യൻ എന്ന നിലക്ക് അറിഞ്ഞോ അറിയാതെയോ എത്രയോ പാപങ്ങൾ സംഭവിക്കുന്നവരാണ് നാം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ളവരോടോ കുടുംബക്കാരോടോ പരിചയത്തിലുള്ളവരോടോ നമുക്ക് ചോദിക്കാം. രോഗങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നമുക്ക് പരിഹാരം തേടാൻ വഴികളുണ്ട്. ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ എപ്പോഴും അലട്ടുന്ന വലിയൊരു പ്രതിസന്ധി കഴിഞ്ഞകാല ജീവിതത്തിൽ അല്ലെങ്കിൽ ശിഷ്ടകാല ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പാപങ്ങള്, അത് പൊറുക്കാനുള്ള വഴിയെന്ത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗബ എന്ന് പറയുന്ന ഒരു കാര്യത്തെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് ഹൃദയം തൊട്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത്. പലപ്പോഴും പലരും റമളാൻ വന്നിട്ട് തൗബ ചെയ്യാന്നൊക്കെ ആലോചിച്ചു. അല്ലല്ലോ, മഹാന്മാരുടെ ചരിത്രം കാണാം. കൈഫ തസ്തഈദു ലിശഹ്രി റമളാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ റമളാനിനെ സ്വീകരിക്കാറുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന പ്രിയപ്പെട്ട സ്വഹാബിയുടെ മറുപടി, റമളാനിന്റെ പിറവി വന്നു എന്നറിയുമ്പോ ഞങ്ങൾക്ക് ബേജാറാണ്. കാരണം വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ, മകന്റെയോ മകളുടെയോ കല്യാണം ഉണ്ടാകുമ്പോ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് സുഹൃത്തുക്കളെ, ഞാനടക്കം നമ്മൾ ഒരുങ്ങുന്നുണ്ട്. വിശുദ്ധ റമളാന് വരാമെന്ന് പറഞ്ഞിട്ട്, വരണമെന്ന് പറഞ്ഞിട്ട്
അതൊന്ന് കിട്ടണമേ എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചിട്ട് ആ 2 മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഏതെങ്കിലും ഒരു രാത്രി ഇരുന്നിട്ട് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ ഒരു റമദാന് വന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന ഭയപ്പാട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഷഹ്റു ശഅബാൻ ഷഹ്റു തിലാവത്തി, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. റമദാൻ വന്നിട്ട് ഖുർആൻ ഓതാന്നൊക്കെ പലരും റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കത്തിന്റെ സമയമാണ് സുഹൃത്തുക്കളെ ശഅബാൻ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തൗബ കൊണ്ടൊരുങ്ങാൻ, നന്മയുടെ വഴികൾ തേടാനുള്ള അവസരമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആരെന്ത് വിഷയങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതാ റമളാനു മസ്റഅത്തുൽ ഇബാദി, ധാരാളം നന്മകൾ കൊയ്തെടുക്കാനുള്ള മാസം ഇതാ വന്നു കഴിഞ്ഞു എന്ന് റമദാന് വരുമ്പം മഹാന്മാര് പാടാറുണ്ടെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു റമദാന് കഴിഞ്ഞാൽ അല്ലാഹുവേ, കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ ചെയ്ത ഏത് അമലുണ്ടോ അതൊന്ന് സ്വീകരിക്കണേ എന്ന് 6 മാസം പ്രാർത്ഥിക്കുന്നു മഹാന്മാരായ പണ്ഡിതന്മാർ. ആ 6 മാസം കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രാർത്ഥന അടുത്തൊരു റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്നാണ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന നമ്മുടെ അഹ്ബാബുകൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ പരിചയത്തിലുള്ളവർ, അയൽവാസികൾ, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ളവർ ഇന്നില്ല. അല്ലാഹുവേ, മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഖൈറുക്കും മൻ താല ഉംറുഹു വഹസന അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യവാൻ 1 വർഷമെങ്കിലും ഒന്ന് കൂടി കിട്ടിയിട്ട് അതൊന്ന് ഖൈറായ നിലക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവർ വല്ലാത്ത ഭാഗ്യവാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെയും ഹറാമുകൾ കാണുന്ന കേൾക്കുന്ന ഒരു കാലമാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യം അങ്ങനെയാണ്. കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാടിന്റെ സമൂഹത്തിന്റെ മാറ്റമാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കൾ വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ പലപ്പോഴും നമുക്ക് ആവലാതികളാണ്, അതിന്റെ വിഷമങ്ങളാണ്. പണ്ടൊക്കെ അവിടെയായിരുന്നു ആ സംഭവം, ഇവിടെ ആയിരുന്നു ആ സംഭവം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ വീട്ടിൽ, അജര വീട്ടിലും മൊയിലര വീട്ടിലും തങ്ങളെ വീട്ടിലൊക്കെ വരാൻ സാധ്യതയുള്ള നിരീശ്വരവാദം പോലും വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അല്ലാഹു ഈമാൻ കൊണ്ട് നിലനിർത്തുമാറാകട്ടെ. ദീർഘമായി സംസാരിക്കുന്ന ഒരു സമയമല്ലല്ലോ. അല്ലാഹു ഞങ്ങളുടെ ഇബാദത്തിനൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാ ഖൈറായ നിലക്കും ഒരുങ്ങിയ റമദാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരുപാട് സമയം ഖൈറിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.